ഇവിടെ കയറുന്നത്. പിന്നെ നമ്മളിവിടെ പൈസ ഉണ്ടാക്കുന്നത് പിന്നെ അത് നോക്കിടക്കണം. ഹലോ, നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ആദ്യം കണ്ട സീൻ എന്നാന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകുവേ. അപ്പോൾ ബസ് വരുന്നുണ്ടോ എന്ന് നോക്കിയെന്ന് കുറച്ചൊരു 5 മിനിറ്റോളം നിന്നപ്പോഴാട്ടോ ബസ് വന്നത്. കാരണം നമ്മൾ നേരത്തെ വന്നില്ലാന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ അങ്ങ് പോകും, നമ്മുടെ സമയത്ത് നിൽക്കത്തില്ലല്ലോ ബസ്. അങ്ങനെ ബസ് വന്നു കയറി. നമ്മൾ നേരെ പൂച്ചാക്കിലോട്ട് പോകുന്ന കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്കൊരു ചോക്ലേറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ചോക്ലേറ്റ് ആകുമ്പോൾ പൂച്ചാക്കിൽ വന്നാൽ കിട്ടും. ആദ്യം ഇതിപ്പോൾ നിൽക്കുന്നത് തച്ചാറമ്പിലാട്ടോ. ബോക്സായിട്ട് എടുക്കണമെന്ന് അറിയാൻ വേണ്ടി നോക്കി, പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട, കാരണം കുറച്ച് വേറെ ചോക്ലേറ്റ് വെക്കണം. അപ്പോൾ അവിടെയാണെങ്കിൽ ഈ കാണുന്ന ചോക്ലേറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇത് തച്ചാറമ്പിലല്ല, ഇത് ഗ്രീൻസിലാണേ. അപ്പോൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ ഗ്രീൻസിലോട്ട് നടന്നു വന്നിട്ട് കുറച്ച് ദൂരമുണ്ട് പൂച്ചാക്കലിൽ നിന്ന്. ഇവിടെ വന്ന് കുറച്ചധികം ചോക്ലേറ്റ് എടുത്ത്, പിന്നെ ഒരു ബോൾ പോലത്തെ ചോക്ലേറ്റ് എടുത്തേ. അത് കിലോയാണ് ശരിക്കുള്ള. ഒരു കിലോയ്ക്ക് എനിക്കൊന്ന് 530 600 രൂപ എന്തോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചു അതിനകത്തുനിന്ന്, കുറച്ചോളം വാങ്ങി. എന്നിട്ട് ബാക്കി ഈ ചോക്ലേറ്റൊക്കെ വെച്ച് സെറ്റാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സീൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം കണ്ട സീൻ എന്നാണെന്നറിയോ, ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ചിന്ന നമുക്കത് ജ്യൂസോ അല്ലെങ്കിൽ ഷേക്കോ കുടിക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന് കഴിക്കാമെന്ന് പറയാം. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു എന്തിനാണ് അതൊന്നും വാങ്ങിക്കേണ്ട, വെറുതെ കാശ് കളയണ്ടേ, അത്രയും പൈസ പോകും എന്ന് പറഞ്ഞു. എന്താണോ എന്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ ഓൾറെഡി എന്നിട്ട് കണ്ണൻ പറഞ്ഞോണ്ട് തനിക്ക് എന്തെങ്കിലും പൈസ കിട്ടണം, തനിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്തോന്നാണ് കണ്ണൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, എന്തിന് കാശെല്ലാം ഉണ്ടാക്കുന്നത്, നമുക്ക് കഴിക്കാനല്ലേ, വാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടോന്ന്. അങ്ങനെ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കുറേ കടകൾ പൂച്ചാക്കൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട്. ഞാൻ ഇവിടെ ഒന്നും കയറിയിട്ടില്ല, ആദ്യമായിട്ട് ഇവിടെ കയറണേ. ഇവിടുത്തെ ഷേക്കിന് 60 രൂപയുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പച്ചപ്പഴത്തിൻ്റെ ചുവ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ, 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിന്. അപ്പോൾ ഇവിടെ നിന്നൊരു സ്വീറ്റ് ബണ്ണാണോ ക്രീം ബണ്ണോ അത് ചിന്നുവിന് ഇഷ്ടമുണ്ട്, അതൊക്കെ വാങ്ങി. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്ത ബസ് കയറണമല്ലോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ ഞങ്ങൾ ഓടി പോന്നു. കാരണം ബസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലല്ലോ അങ്ങനെ. അപ്പോൾ നേരെ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ കടയിലാണ്. ഇതിങ്ങനെ മൂക്കൊക്കെ കുത്തില്ലേ, അപ്പോൾ അവിടെ എനിക്കിപ്പുറത്തെ മൂക്ക് കുത്തുന്നതിനെ പറ്റിയുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. ഇവിടെ വന്ന് നമുക്ക് ഭയങ്കര ലാഭത്തിൽ മൂക്കെല്ലാം കുത്തി കൊടുക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.